ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഓണൊക്കെ ഇടം വരെ എത്തി? ഞങ്ങളിതേ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നാളെയാണ് ഉത്രാടം. അപ്പോൾ ഞാനും ആൻവിനും കൂടെ തലേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ ചെറിയച്ഛന്മാരുടെയും വീട്. അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ ചെറിയച്ഛന്മാരുടെ വീട്ടിലായിരിക്കും. ഭയങ്കര രസമായിരിക്കും കേട്ടോ. നല്ല വെയിലാണ്. അതാണ് ആൻവിൻ കുടയൊക്കെ പിടിച്ചിട്ടുള്ളത്. അവന് ചെറിയ കഫക്കെട്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. വെയിലൊക്കെ മാറിയിട്ട് അമ്മയുടെ കൂടെ പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ എൻ്റെ കൂടെ തന്നെ പോന്നു. ഇവിടുത്തെ ഓണം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. കല്യാണത്തിന് മുന്നേ വീട്ടിൽ തന്നെ സദ്യയൊക്കെ ഒരുക്കി നമ്മൾ തൊട്ടടുത്തുള്ള എല്ലാവരെയും വിളിച്ച് സദ്യയൊക്കെ കൊടുത്ത് അത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അമ്മയുടെ വീട്ടിലേക്കൊക്കെ വിരുന്ന് പോകും. ഇവിടെ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടി, ഞാൻ പറഞ്ഞല്ലോ ചെറിയച്ഛന്മാരുടെ വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഓരോ ഓണവും ഓരോ ചെറിയച്ഛന്മാരുടെ വീട്ടിലായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കളിച്ച് ചിരിച്ച് പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പേരൊക്കെ ഉറങ്ങും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കളിയൊക്കെ കളിക്കും. ഓണക്കളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമായിരിക്കും. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടം വരെ എത്തിയപ്പോൾ ബാക്കി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആൻവിന് ഒറ്റ ഓട്ടം. അവൻ്റെ ഉത്രാടപ്പാച്ചിൽ തുടങ്ങി. അപ്പോൾ നേരെ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണാം. നമ്മൾ രാത്രി തന്നെ കൂടും. രാത്രിക്കുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുണ്ട്, നാളേക്കുള്ള എല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ നേരെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക്. ഇതാണ് ചെറിയച്ഛൻ്റെ വീട് കേട്ടോ. ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ ചെറിയച്ഛൻ പുറത്തേക്ക് വന്ന് ആരും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ പോകുന്നേ. ചെറിയമ്മ ഇവിടെ അച്ചമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അച്ചമ്മയ്ക്ക് ഒരുപാട് വയസ്സുണ്ട്. ഞാൻ വിചാരിച്ചു ഞങ്ങളാണ് നേരത്തെ എത്തിയതെന്ന്. പക്ഷേ അത് തെറ്റിച്ച് വല്യമ്മ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. വല്യമ്മ വന്നതിന് ശേഷം ഉള്ളി തൊലി കളയാനും അതരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള ചെറിയമ്മമാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അവർ വന്ന പാടെ തന്നെ ഓരോരോ ജോലികളിലൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മാത്രമായിരിക്കും ഒന്നും ചെയ്യേണ്ടതെന്ന് പറയണില്ല. ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. കാരണം എനിക്ക് വീഡിയോയും കൂടി എടുക്കേണ്ടതുണ്ടല്ലോ. ആൻവിന് ഇവിടെ വന്നുള്ള ഏക പരിപാടി ഇതാണേ. പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചിത്രം വരച്ചിട്ട് കളർ ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധിക ദിവസങ്ങളും വൈകുന്നേരങ്ങളും അവനോട് അങ്ങനെ വരാറുണ്ട്. വന്നാലുള്ള പരിപാടിയാണ് ഇത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അച്ഛമ്മ എന്താണെന്ന് നോക്കി നിൽക്കുകയാണ്. ഇതൊരു ചെറിയമ്മയാണ്. ആ ചെറിയമ്മയുടെ ഹസ്ബൻഡാണ് ഈ വരുന്ന ചെറിയച്ഛൻ. നാളെ റവ ഉപ്മാവാണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷനാണ് വല്യമ്മ ഇവിടെ ചെയ്യുന്നത്. വല്ല പുഴുവോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ റവയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വേറൊരു ചെറിയമ്മ ഇവിടെ ചിക്കൻ പരിപാടിയിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചെറിയമ്മയ്ക്ക് ഭയങ്കര ചിരി.
അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടത്. ചെറിയച്ഛൻ വിറക് ഇറക്കുകയാണ്. സാധാരണ നമ്മൾ വിറക് മുകളിൽ നിന്ന് ഇറക്കി വരുമ്പോൾ കോണി ഇറങ്ങി ഉള്ളിലൂടെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനൊരു സംഭവം ചെറിയച്ഛൻ്റെ ഐഡിയയിൽ തോന്നിയതാണ് കേട്ടോ. മുകളിൽ കപ്പിയും കയറൊക്കെ കെട്ടിയിട്ട് ഒരു ബക്കറ്റും വെച്ചിട്ട് അതിലൂടെയാണ് വിറക് ഇറക്കുന്നത്. വിറക് ഇറക്കുക മാത്രമല്ല, തേങ്ങ മുകളിലേക്ക് കയറ്റുന്നതും ചകിരി താഴേക്ക് ഇറക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അത്ര. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലായിടത്തും ആൻവിൻ്റെ കൈ എത്തുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. ഇത് ഇവിടുത്തെ അക്വേറിയം. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒരുപാട് ഫിഷ് ഉണ്ട്. രാത്രിക്കുള്ള ഏകദേശം പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നാളേക്കുള്ള പച്ചക്കറികളൊക്കെ അങ്ങനെ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അവിയലിനുള്ളതാണ്. അവിയലല്ല, ഉപ്പേരിക്കുള്ളത്. ഉപ്പേരിക്ക് പയറാണ്. പയർ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിയലിനുള്ളതും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് ഈ തലേന്നത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് തുടങ്ങാറ്. അപ്പോൾ എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളത് നേരത്തെ ആക്കി. അതുകൊണ്ടാണ് ഇപ്പം തന്നെ എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാമല്ലോ. വെയിൽ കണ്ടിട്ട് നിങ്ങൾ നട്ടിച്ചൊന്നും കരുതണ്ട കേട്ടോ. ഇത് പോക്കുവെയിലാണ്. വൈകുന്നേരമായിട്ടുണ്ട്. നെയ്ച്ചോറ് പിന്നെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ എല്ലാ ചെറിയച്ഛന്മാരും ഇങ്ങനെ ഓരോരോ വർത്തമാനത്തിലൊക്കെയാണ്. ഇത് ബാബുവേട്ടൻ പുതിയ TV ആണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവരുടെ ചർച്ച മുഴുവൻ. അച്ഛമ്മയെ കുറച്ച് നേരം പുറത്ത് കൊണ്ടിരുത്തി. എല്ലാ സമയവും ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുത്തു കേട്ടോ. മക്കൾസൊക്കെ ഭയങ്കര ത്രില്ലായി വരുന്നുണ്ട്. ഇതൊരു ചെറിയച്ഛൻ്റെ മോനാണ് കേട്ടോ, സഞ്ജു. ഇവൻ്റെ പ്രായത്തിലുള്ള വേറെ 2 ചെറിയച്ഛൻ്റെ മക്കളും കൂടെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഇന്നില്ല. അവരൊക്കെ ഒരാൾ എക്സാമിന് വേണ്ടി പോയിരിക്കുകയാണ്, ഒരാളിപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് വൈബ് കുറവാണെന്ന് തന്നെ പറയാം. ഇത് ഏറ്റവും ചെറിയച്ഛൻ്റെ മോനാണ് കേട്ടോ, കിച്ചു. അവനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നേ ഉള്ളേ. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. മുൻപ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞ് പോയി.
പിന്നെ കുറേ പേര് ജോലീൻ്റെ ആവശ്യത്തിനായിട്ടും പഠനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് കുറഞ്ഞിട്ടുണ്ട്. ഇതും ചെറിയച്ഛൻ്റെ മോള് സോന. ഇതാരവ്. ഹായ് നുട്ടി. ഹാനി. ഒരു ചെറിയച്ഛന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. രാത്രിയിൽ നെയ്ച്ചോറും ചിക്കനും പൊറോട്ടയും ഇതൊക്കെയായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുട്ടികളൊക്കെ ഭയങ്കര കളിയിലായിരുന്നു. ഈ കളിക്കുന്നത് കുളങ്കരയാണ്. നിങ്ങളൊക്കെ കളിച്ചിട്ടില്ലേ ഈ കളി? ഇവരെ കൂടെ ഞാനും കൂടിയായിരുന്നു കേട്ടോ. നാളെ നേരത്തെ വരണം കേട്ടോ. രാത്രിയിൽ കിടക്കാൻ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. ഇനി നാളെ രാവിലെ നേരത്തെ വന്നിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ